Hey, hello everyone. So, welcome back to Star Drama. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ന്യൂ ഡ്രാമ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിച്ച് ഗേൾ ഹാഡ് ഹർ ലൈഫ് റിസെറ്റ് ഇൻ പാരലൽ യൂണിവേഴ്സ് എന്ന ചൈനീസ് ഡ്രാമ, അതായത് ഡിറൈൽമെൻറ്റ് എന്നാണ് ആ ഡ്രാമയുടെ നെയിം. അപ്പം ഈ ഡ്രാമയിൽ എപ്പിസോഡ് 1 പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പം നമുക്ക് നേരെ പാർട്ട് 2 പോവാം. പാർട്ട് 1 ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മെയിൻ ഹീറോയിൻ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം എൻജോയ് ചെയ്തിട്ട് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് അവൾ നേരെ കാറിൽ തിരിച്ചു കൊണ്ടുവന്നതാണ്. പിന്നീട് എപ്പിസോഡ് 1 തന്നെ പാർട്ട് 2 പിന്നീട് കാണിക്കുന്നത് അവൾ നോക്കി നടത്തുന്ന ഒരു സ്ഥാപനമായ ഒരു കഫേയിൽ അവൾ വന്നിരിക്കുന്നതാണ്. അവിടെ ഒരുപാട് സെർവൻസും സംതിങ് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ തന്നെ അവളുടെ ഒരു ഫ്രണ്ടിനെ അവൾ ആ ഒരു കഫേയിൽ സെർവൻ്റായിട്ട് നിർത്തിയിട്ടുണ്ട്. ഒരു ജോബിന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ കഫേയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം അവളൊരു കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട് സെർവൻ്റ്, ആ ഒരു കഫേയിലെ സെർവൻ്റ് വന്നിട്ട് ഇങ്ങനെ ചായ കൊടുക്കുന്നത്. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പം എല്ലാവരും അവളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവൾ. പിന്നീട് ആ സെർവൻ്റ് ഇങ്ങനെ സംസാരിക്കുകയാണ്, എനിക്ക് ഒരു ന്യൂ കഫേ പോലത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നിൻ്റെ ഒപ്പീനിയൻ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നല്ല ഒപ്പീനിയനാണ്, ബെസ്റ്റ് ഓഫ് ലക്ക്, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഹെൽപ്സ് ചെയ്യാം, ഇങ്ങനെ എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ, അതെനിക്ക് മറ്റൊരു രീതിയിൽ തുടങ്ങാനാണ്, സോ എന്തെങ്കിലും ആവശ്യമുണ്ട് നിന്നോട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഫേയിലെ തന്നെ മറ്റൊരു സീനാണ്. സോ നമ്മുടെ ആ ഒരു സെർവൻ്റ് ഉണ്ടല്ലോ, ഹീറോയിൻ്റെ ഫ്രണ്ട്, അപ്പം അവളാണെങ്കിൽ അവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവളെക്കുറിച്ച് മറ്റു കുറച്ച് പേഴ്സൺസൊക്കെ ഇങ്ങനെ സെർവൻ്റ് അത്ര നല്ല ഇതല്ല, അവളെക്കുറിച്ച് ഓരോന്നിങ്ങനെ മോശമായ രീതിയിലൊക്കെ ആരോപണം നടത്തുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവൾ മൂഡ് ഓഫ് ആവാണ്. അപ്പം തന്നെ നമ്മുടെ ഹീറോയിൻ അവളെ വിളിച്ചിട്ട് ന്യൂ സ്കാർഫ് ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അവളുടെ ഫ്രണ്ടിൻ്റെ സ്കാർഫ് കുറച്ച് പഴയതായി, അപ്പം പുതിയൊരു സ്കാർഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആദ്യമൊന്നും അവൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഫ്രണ്ട് അവൾ വാങ്ങുവാണ്. പിന്നീട് മറ്റൊരു സീനാണ് കാണിക്കുന്നത്. പിന്നെ ഒരു നൈറ്റ് സീൻ, കഫേയിൽ ഹീറോയിൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവളവിടെ വർക്ക് ചെയ്യുമ്പം അവൾക്ക് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കഫേയുടെ ഉള്ളിൽ നിന്നൊക്കെ ആയിട്ട് അവൾക്ക് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ട് അവൾ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ഒരു റൂം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാ റൂമും ക്ലോസ് ചെയ്തിട്ടേക്കാണ്, കാരണം അവളും അവളുടെ ആ ഫ്രണ്ടും മാത്രമാണ് ഇപ്പം ആ ഒരു കഫേയിലുള്ളൂ എന്നെനിക്ക് അവൾക്കറിയാം. അപ്പം ഒരു ഡോറ് മാത്രം ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അവളിങ്ങനെ നോക്കുമ്പോൾ അവൾ അവിടെ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ടിൻ്റെയും ബോയു എന്ന് പറയുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, അതൊരു ബോയാണ് ബോയു എന്ന് പറയുന്നത്. അപ്പം അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ചെറിയൊരു ഇഷ്ടമൊക്കെ അവനോടുണ്ടായിരുന്നു. അപ്പം അവളിങ്ങനെ കേൾക്കുന്ന അവർ രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്നതാണ്. നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ അതിന് ഏണൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നതാണ്. പിന്നീട് അവിടെ കുറച്ച് നമ്മുടെ ഹീറോയിൻ കേൾക്കാൻ പാടില്ലാത്ത കുറച്ച് സൗണ്ട്സൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോയിന് കാര്യം ക്ലിക്കായി, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്നാലും നമ്മുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടും പറഞ്ഞില്ല ഹീറോയിനോട്, ഫ്രണ്ടും പറഞ്ഞില്ല ഇവർ തമ്മിൽ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഹീറോയിനോട് പറഞ്ഞില്ല. അതാണ് ഇവൾക്ക് ഏറ്റവും ഹേർട്ടായത്. അത് മാത്രമല്ല ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്, ഇവൾക്ക് ചെറിയൊരു ക്രഷും അവനോടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര അവൾക്ക് ഹേർട്ടായിട്ട് അവൾ ഒരു കഫേയിൽ തന്നെ അവളുടെ ചെയറിൽ പോയി ഇരുന്നിട്ട് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അവൾക്ക് ഒരുപാട് ടെൻഷനൊക്കെ ആയി, എന്നാലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവളുടെ ഒരു ബോയിനോടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട്
ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവൾ ഹീറോയിന് ഒരു ഗ്ലാസ് വാട്ടർ എടുത്ത് കൊടുക്കുമ്പം ഹീറോ ചോദിക്കുന്നുണ്ട് ഫ്രണ്ടിനോട്, നീ എന്തുകൊണ്ടാണ് ഞാൻ തന്ന സ്കാർഫ് ഇടാത്തത്, ഇപ്പോഴും നീ എന്നെക്കുറിച്ച് മറന്നിരിക്കുകയാണ് എന്നൊക്കെ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നീയും ബോയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ്, നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷനിലാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിന് ഏകദേശം ക്ലിക്കായി. ഇങ്ങനെ അവൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ അവൾ മനസ്സിലാക്കി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തമ്മിൽ മനസ്സിലാക്കി നമ്മളത്. അപ്പോൾ അവൾക്ക്, നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ പെട്ടെന്ന് ടെൻഷനായി. കാരണം ഞാൻ ഇത് ഹീറോയിനോട് പറഞ്ഞില്ല, അവൾ പറയുകയും ചെയ്തു എന്നുള്ള ടെൻഷനായി. പിന്നീട് അവർ തമ്മിൽ ഭയങ്കര ഒരു ടോക്ക് ഉണ്ടാവുകയാണ്. അതായത് ഹീറോയിനാണെങ്കിൽ അവളോട് ഇങ്ങനെ, എന്തിനാണ് നീ എന്നോട് ചെയ്തത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഇതാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചൊരു വഴക്കൊക്കെ പോലെയായി. പിന്നീടാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ബട്ട് അവൾക്കതിന് കഴിയുന്നില്ല. അപ്പം ഹീറോയിനും ഈ ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. ബട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഴയ ഫ്രണ്ട്ഷിപ്പ് കിട്ടൂല, ഇതും അറിഞ്ഞിട്ട് ഇനി നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കുറയും, ഇനി നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ. അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ ഹീറോയിനോട് പറയുന്നുണ്ട്, പ്ലീസ് നീ അങ്ങനെയല്ല മനസ്സിലാക്കിയത്, നീ എന്നെ മനസ്സിലാക്കണം, ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം, അഥവാ നീ ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ അവരിപ്പം നടന്ന് സംസാരിച്ച് ആ ഒരു ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അവളിങ്ങനെ പറയാണ്, ഞാനിവിടുന്ന് ചാടും, നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ സീൻ ക്ലോസ് ആവാണ്. അപ്പോഴും ഹീറോയിൻ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അവൾ ടെൻഷനിലാണ്. അവൾ അവിടുന്ന് മാറിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കഫേയിൽ തന്നെ ഒരിടത്ത് പോയി ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കോള് വരാണ്. എന്നിട്ട് നമ്മുടെ മറ്റേ ഫ്രണ്ടിനെ വിളിക്കുക. അപ്പം ഫ്രണ്ട് മിസ്സാണ്, അവളെ കാണാനില്ല എന്ന ഒരു കോളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വിളിക്കുമ്പം പറയുന്നത്. അപ്പം തന്നെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് അവൾ നേരെ വരുന്നത് ആ ഒരു ലേക്കിൻ്റെ അടുത്തേക്കാണ്. അവൾ ഇന്നലെ പറയുകയും ചെയ്തു ചാടുമെന്ന്, ഇനി ചാടിയിട്ടുണ്ടാവോ, അവൾക്കാണെങ്കിൽ ഹീറോയിനാണെങ്കിൽ അവൾ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, അവൾ അങ്ങനെയൊക്കെ ചെയ്താൽ അവൾ ഹീറോയിൻ തകർന്നു പോവും എന്നുള്ള ആ ഒരു മൈൻഡാണ് ഹീറോയിൻ്റെ മനസ്സിൽ മുഴുവൻ. എന്നിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി അപ്പം നമ്മുടെ ബോയുവിനാണെങ്കിൽ ഈ സംഭവം അറിയില്ല, ഇവർ തമ്മിൽ ഈ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ ഹീറോയിനും തമ്മിലിങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും ബോയുവിനറിയില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി, നീ എന്നോടൊന്നും പറയണ്ട. എന്നിട്ടും അവൾ ലേക്കിൻ്റെ അടുത്ത് സെർച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കോൾ വരാണ്. മിസ്റ്റർ ക്സു എന്നാണ് ഒരു പേഴ്സൻ്റെ നെയിം. അത്യാവശ്യം ഓൾഡായിട്ടുള്ള ഒരു പേഴ്സണാണ്, അവളുടെ ഫ്രണ്ട് കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ക്സു അവളെ വിളിക്കുവാണ്. എന്നിട്ട് പറയാണ്, അപ്പം അവൾ പറയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, ഫ്രണ്ട് അവൾ ഡിസപ്പിയറാണ്, അവളെ കാണാനില്ല എന്നൊക്കെ പറയാണ്. അപ്പം ക്സുവിനാണെങ്കിൽ എല്ലാം അറിയാവുന്ന ഒരു മൈൻഡിലാണ് എന്ന് അവനെല്ലാം മനസ്സിലായി, അവന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഹീറോയിന് തോന്നി. അപ്പം നിങ്ങളെന്താണ് മിണ്ടായിരിക്കണേന്ന് ചോദിക്കുമ്പം ഒരു ക്സു പറയുന്നുണ്ട്, ഫ്രണ്ട് ഡിസപ്പിയറാണ്, അവളുടെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്, അതായത് ഞാൻ ലേക്കിലേക്ക് ചാടും, ഹീറോയിൻ എന്നോട് മിണ്ടിയില്ലെങ്കിൽ എന്ന ആ ഒരു സങ്കടത്തോടെ ഹീറോയിനോട് പറയുന്ന ഒരു മെസ്സേജ് നമ്മുടെ ക്സു ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പം ഇത് അവളെ കുറേ നേരമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു എവിഡൻസ് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരുമെന്ന് ഹീറോയിനോട് ക്സു പറയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ മിസ്റ്റർ ക്സുയുടെ അടുത്തുനിന്ന് അവൾ മാറിയിട്ട് അവൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയാണ്, ഭയങ്കര ഇടിമിന്നലും മഴയൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവൾക്കൊരു കോൾ തന്നെ. മിസ്റ്റർ ക്സു ആണ്. അദ്ദേഹം പറയാണ് അപ്പം കോള് കേട്ടപ്പോൾ തന്നെ അവൾ ചോദിക്കുകയാണ്, എന്താ ഫ്രണ്ടിനെ കണ്ടോ ഇങ്ങനെ അവൾ ചോദിക്കുകയാണ്. അപ്പം
ക്സ്യൂ പറയാണ് അവളെ കണ്ടെത്തി, പക്ഷെ അവളുടെ സിറ്റുവേഷൻ അത്യാവശ്യം സീരിയസ് ആണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നാണ് നമ്മുടെ ക്സ്യൂ പറയുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് കാറെടുത്ത് ഭയങ്കര ധൃതിയിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ആ ഒരു എപ്പിസോഡ് അവിടെ തീരുന്നത്. അടുത്ത എപ്പിസോഡായിട്ട് സ്റ്റിൽ വെയിറ്റ് ആൻഡ് സീ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.